പത്തനാപുരത്തെ മൗണ്ട് താബോർ ദയാറക്കാർക്ക് പൗരസ്ത്യ കാത്തോലിക്ക സ്ഥാനം, കാത്തോലിക്ക ബാവയൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് തുല്യമാണോ? ഇപ്പോൾ വരുന്ന സംശയം ഇതാണ്. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് നൽകുന്ന സ്ഥാനമോ പരിഗണനയോ പോലും പൗരസ്ത്യ കാത്തോലിക്ക സ്ഥാനത്തിന് കൽപ്പിക്കാത്ത ദയാറക്കാരെ എന്ത് പേരിട്ട് വിളിക്കണം? ബാവയെ വിളിച്ചു വരുത്തി അവഹേളിച്ചവരെ എന്ത് ചെയ്യണം? കാത്തോലിക്ക ബാവ മലങ്കര നസ്രാണികളുടെ ജാതിക്ക് തലവൻ എന്നാണ് വൈപ്പ്. വിശ്വാസികൾക്ക് അങ്ങനെ തന്നെയാണ്, കച്ചവടക്കാർക്കും സ്ഥാനമോഹികൾക്കും അങ്ങനെ അല്ലെന്നിപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. പക്ഷേ ഒരു സംശയം, ഈ കടുങ്കൈ ചെയ്തവർക്കാർക്കും കാത്തോലിക്ക ബാവയുടെ കസരയിൽ പോലും കയറിയിരിക്കാനോ തലങ്ങും വിലങ്ങും ശ്രമിച്ചാൽ പോലും സാധിക്കില്ല, നടക്കില്ല. അത് വകുപ്പും പട്ടവും ചട്ടവും ഒക്കെ വേറെയാണ്. അപ്പോൾ എന്തായിരുന്നിരിക്കണം ബാവയെ തള്ളിമാറ്റി അവഗണിച്ച് വിഷമിപ്പിച്ച് പറഞ്ഞു വിട്ടവരുടെ മനസ്സിൽ? അത് ദുരൂഹമാണ്. എന്തായാലും അതേപ്പറ്റി അന്വേഷിക്കണം അധികാരികൾ. ആർക്കും അന്വേഷിക്കാം. ബാവയെ ആരാധിക്കുന്നവർ, അഭിമാനത്തോടെ എന്നും നോക്കിക്കാണുന്നവർ, അദ്ദേഹത്തിൻ്റെ കൃപാ കടാക്ഷം കൊണ്ട് ജീവിതം ധന്യമാക്കുന്നവർ, അങ്ങനെ ആർക്കും അന്വേഷിക്കാവുന്നതാണ് എന്താണ് സംഭവിച്ചത്. മാർച്ച് 1-ാം തീയതി പത്തനാപുരം ദയറയുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ 100ാം വാർഷിക സമ്മേളനത്തിൽ പൗരസ്ത്യ കാത്തോലിക്കയെ ക്ഷണിച്ചു വരുത്തി മൂലക്കിരുത്തിയത് തികച്ചും പ്രതിഷേധാർഹം തന്നെയാണ്. രാഷ്ട്രപതിമാർ പങ്കെടുത്ത ചടങ്ങുകളിൽ പോലും വളരെ മാന്യമായ ഒരു കസേരയും സ്ഥാനവുമാണ് നാളിതുവരെ കാത്തോലിക്ക ബാവയ്ക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ പത്തനാപുരത്തെ ഈ പരിപാടിക്ക് സ്റ്റേജിലേക്ക് വന്ന ബാവ ഉപരാഷ്ട്രപതിയുടെ ഇരിപ്പിടത്തിന് സമീപം തൻ്റെ ഇരിപ്പിടം അന്വേഷിച്ച് വന്നപ്പോൾ ഒരറ്റത്തേക്ക് കൈകാട്ടി പറഞ്ഞു വിടുന്ന കാഴ്ച ദയനീയമായിരുന്നു. സംസ്ഥാന മന്ത്രിക്ക് ശേഷം പഞ്ചായത്ത് മെമ്പറിനോ പ്രസിഡന്റിനോ ഒക്കെ നൽകുന്ന സ്ഥാനമാണ് ബാവയ്ക്ക് അവിടെ നൽകിയത്. ഇതുവരെ ഇല്ലാത്ത പ്രോട്ടോകോൾ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്തിന് ബാവയെ അവിടേക്ക് വിളിച്ചു വരുത്തി? ഒഴിവാക്കാമായിരുന്നില്ലേ? ഇതിപ്പോൾ ക്ഷണിച്ചു വരുത്തി അപമാനിക്കുകയായിരുന്നില്ലേ? ഇത് മലങ്കര സഭയെ മുഴുവനായി അവഹേളിച്ചതല്ലേ? ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം ആ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരോട് അധികാരികൾ ചോദിക്കണം. ആവശ്യമായ കടുത്ത നടപടികൾ തന്നെ എടുക്കണം. ഇത്തരം കാര്യങ്ങൾ ഇനിമേലെങ്കിലും ആവർത്തിക്കപ്പെടാതിരിക്കാൻ പൗരസ്ത്യ കാത്തോലിക്കയ്ക്ക് ഒരു പ്രോട്ടോകോൾ സംവിധാനം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. കേവലം ഒരു ആത്മീയ നേതാവ് മാത്രമല്ല കാത്തോലിക്ക ബാവ, മലങ്കര നസ്രാണികളുടെ ജാതിക്ക് തലവനാണ്. രാജകീയ വിളംബരത്തിലൂടെ പ്രഖ്യാപിതനാകുന്ന മലങ്കര മെത്രാപ്പോലിത്ത കൂടിയാണ്. ആ സ്ഥാനമഹിമയ്ക്ക് അനുസരണമായ ഒരു ബഹുമാന സ്ഥാനം നൽകേണ്ടതാണ്, അർഹിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ സഭാ നേതൃത്വം ഉടനടി കടുത്ത കരുത്തിതേർന്ന സുതാര്യമായ, ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത, ഒരു ചടങ്ങിലും അനുകരിക്കാൻ പാടില്ലാത്ത തക്കവണ്ണമുള്ള നടപടി തന്നെ സ്വീകരിച്ചിരിക്കണം.